ഗുഡ് ഈവനിങ്. ഞാൻ മോളിൽ പൗഡർ ഇടുമ്പോൾ കുറച്ച് തുടങ്ങി. അവന് മനസ്സിലായി ഇതെന്തോ പുറത്ത് പോവാന്ന്. ദേ ഇപ്പോൾ കൊട്ടയും ബെഡും ഒക്കെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അത് പിടിച്ചിരിക്കുകയാണ്. എനിക്കൊരു സാധനം തൊടാൻ പറ്റില്ല. പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാട്ടുന്നത്. എന്തൊക്കെ ഇടത് കാട്ടിക്കൂട്ടുന്നത് ബഹളാണ് അല്ലേ. അവൻ്റെ തോർത്ത്, ബെഡ്, കൊട്ട എല്ലാതും ഉണ്ട് പോവാൻ. ഇനി ഇതൊക്കെ കൂടി കാറിൽ കയറ്റണം അല്ലേ മാക്സേ? എന്നിട്ട് ഞങ്ങൾ കടലിൻ്റെ അവിടെ പോയി കളിക്കും. ഓക്കെ. കാത്തിരിക്കണ്, ഡ്രൈവറെ കാത്തിരിക്കണ്. ആ പരാക്രമം നോക്കിയേ മാക്സേ. ഡേയ്സ വന്നോ? ഒന്ന് നോക്കിയേ. വന്നോ? വന്നെങ്കിൽ പോകണ്ടേ നമുക്ക്? അവൻ്റെ ഒരു പരാക്രമം. അവൻ വരട്ടെ മാക്സേ. നീ എന്തിനത്ര പരാക്രമം അടിക്കണേ? അവൻ വരട്ടെ. അവൻ വന്നിട്ട് വണ്ടി എടുക്കും കേട്ടാ. കേട്ടാ, അവൻ വന്നിട്ട് വണ്ടി എടുക്കും. എന്താ മാക്സേ ഇത്? ബഹളമയാണ് ഇവിടെ. എന്തൊരു ബഹളമയാണ്. ബഹളമയം വീണ് ഇവിടെ. ഇത് ചാവിയാണോ? വണ്ടിയുടെ ചാവിയാണോ? എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, ചാവിയാ. ഡെയ്സം വന്നതിൻ്റെ ബഹളാണ് കേട്ടാ ഇപ്പൊ കാണിക്കണത്. എന്തേ മാക്സേ? എന്തേ ഇത് ഡെയ്സൻ ഡെയ്സിനെ കണ്ടതിനുള്ളതാണ് കേട്ടാ. വാല കാട്ടി റെഡി ആയിട്ട് ഇരിക്കണ്. ആ പോണു. ഇനി അകത്ത് പോയിട്ട് അവൻ്റെ കൊട്ടയിൽ കയറണേ അല്ല മാക്സേ? ഇന്ന് ബെഡ് ഇട്ടാൽ മതി, കൊട്ടയിൽ കയറണില്ല. കയറാനുള്ള തയ്യാറെടുപ്പാണ്. ഡ്രൈവർ വന്നു. ഓക്കെ ശരി. ഈ ബെഡ് ആരുടെ താഴ്ത്തിക്കിടാൻ പറഞ്ഞേ? ഇതാരെ താഴ്ത്തിക്കിടാൻ പറഞ്ഞ എന്നോട്? കാറിൻ്റെ സീറ്റിലാണ് ഇരിക്കണം. അതിലവൻ്റെ ബെഡ് ഇട്ടിട്ട് ഇരുത്തിയെടുക്കുകയാണ്. ബെഡ് കിടക്കുന്നുണ്ട്. കൊട്ടയിലിരിക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാറിൻ്റെ സീറ്റിൽ ഇരുത്തി അല്ല മാച്ചേ? കാറിൻ്റെ സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കണത്. ബെഡ് ഇട്ടിട്ട് നീങ്ങിരുന്ന ബെഡിലിരുന്ന. ഒന്നും കൂടി കടൽ കണ്ടിട്ട് വരാം കേട്ടാ. ഓക്കെ മാക്സേ, ഉറങ്ങിക്കാം. അയ്യോടാ പാവത്തലയിലിരിക്കണമെങ്കിൽ
വീണു. മാക്സ് എവിടെയാ പോകുന്നത്? മാക്സ്, where are you going? മാക്സ്, ചെമ്മീൻ വറുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. ഈ ചെമ്മീൻ വറുക്കുന്നതിന് മുമ്പ് കരിവേപ്പില ചെമ്മീൻ വറുക്കാറുണ്ട്. എന്നിട്ട് കരിവേപ്പില വറുത്തിട്ട് അത് കോരി, വറുത്ത് കോരിയിട്ട് എന്നിട്ടാണ് ചെമ്മീൻ ഇടുക. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ശേഷം ഈ വറുത്ത് കോരിയ ചെമ്മീനിൽ ഈ കരിവേപ്പില വറുത്ത് കോരിയ ചെമ്മീനിലിടും. അതിതാണ്. എന്നിട്ട് ചെമ്മീൻ അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പരത്തി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് വറുക്കും. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. എന്നിട്ടത് ചെയ്യുള്ളൂ. അപ്പം അതുപോലെ ഞാനൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യം കറിവേപ്പില ആദ്യം വറുത്ത് കോരുക. അതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷമാണ് ചെമ്മീൻ വറുത്ത് കോരുന്നത്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. കറിവേപ്പില ആദ്യം വറുത്ത് കോരിയിട്ട് പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് ചെമ്മീൻ വറുത്ത് കോരുക. കുറച്ച് നേരം വയ്ക്കണം. 15 മിനിറ്റ് ഇട്ട് വറുത്ത് ആകുമ്പോൾ ചെമ്മീൻ വറുത്ത് കോരി. അതിനൊരു പ്രത്യേക രസമുണ്ട് ഇതിന് ഞാൻ മൂടി വയ്ക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വറുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മൂടി വയ്ക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് മൂടി വയ്ക്കാണ്ടാണ് ഇത് വറുക്കുന്നത്, ചെമ്മീൻ ഫ്രൈ ആക്കുന്നത്. ഓക്കെ, കുറച്ച് സമയം എടുക്കും അത്. ഓക്കെ, ചെമ്മീൻ ഇതാ പാകമായിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ പാകമായിട്ടുണ്ട്, സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി അത് വറുത്തത് കോരിയെടുക്കുകയാണ്. വറുത്തത് കോരിയെടുത്തിട്ട് ഞാൻ ഈ സെർവിങ് പ്ലേറ്റിലേക്ക്, അതായത് വറുത്തത് കോരിയെടുത്തിട്ട് ഞാൻ എൻ്റെ ഈ വേപ്പില വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇടുകയാണ്. വേപ്പിലയാണ് അതിൻ്റെ ഹൈലൈറ്റ്. എനിക്കറിയില്ല എന്താ അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കണതെന്ന്. വേപ്പിലയാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇത് വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇടുകയാണ്.
ഇനി അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് അത് യമ്മി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് അത് ടേബിളിലേക്ക് വെച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. പോലെ ഒരു ഭംഗിക്കാണെന്ന് തോന്നുന്ന കറിവേപ്പില. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ടേസ്റ്റ് ആയിട്ടുണ്ട്. കറിവേപ്പില അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ പറയണ സ്പെഷ്യലിസ്റ്റുകാർ ഷെഫൊക്കെ എങ്ങനെയാണ് അത്ര ഉണ്ടാക്കുക, ഷെഫൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാം. ഇതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് പ്രോൺസ് വേവിക്കുന്നത്. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പ്രോൺസ് അതിന് നല്ല ഇഷ്ടമാണ്. ഇന്ന് മാക്സിന് ഇതാ ചെമ്മീനും ഡോഗ് ഫുഡ് വേണം. അപ്പടി കഴിച്ചോളൂ കേട്ടോ മാക്സേ. ആ മാക്സ് ചോദിച്ച കാരണമാണ് തന്നത്. ചില ദിവസം അവൻ ഫുഡ് ചോദിക്കില്ല. അപ്പടി കഴിച്ചോളൂട്ടാ. ചെമ്മീൻ നല്ല ഇഷ്ടമായി അല്ലേ? അപ്പടി കഴിച്ചോളൂ.